നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് നമ്മുടെ നെവിൻ തിരിച്ചു വന്നു. നമ്മുടെ പുലിയായി പോയവൻ എല്ലിയായിട്ട് തിരിച്ചു വന്നു. എന്നിട്ട് നമ്മുടെ ബിഗ് ബോസിനോട് മാപ്പും കാല് പിടിക്കലും കൈ പിടിക്കലും ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഉണ്ടാവില്ല, എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമാണ്, അത് ഞാൻ നഷ്ടപ്പെടുത്തി, എനിക്കത് പുറത്തിറങ്ങിയപ്പോഴാണ് അതിൻ്റെ വില മനസ്സിലായത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ചങ്കൂറ്റോടുകൂടി ഒരു കാര്യം ചെയ്താൽ പിന്നെ അത് തിരിച്ചു വന്നിട്ട് കൈയും കാലും പിടിക്കലും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവൻ്റെ ഒരു ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇമേജിനാണ് കോട്ടം തട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പട്ടി ചന്തയ്ക്ക് പോയ പോലെ പോയി ദാ വന്നു. എന്തുടെ കാര്യം? ഇതിപ്പോൾ ബിഗ് ബോസിന് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ TRP കയറ്റാണ്ടെന്നാണ് ഈ സ്ട്രാറ്റജി കളിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, അത് നല്ല കാര്യം, അതൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇന്നലെ അവിടെ ഒരു കാര്യം ഉണ്ടായി. നമ്മുടെ റെന പാത്തുമ്മയ്ക്ക് ചൈനീസ് നല്ല ഭാഷ നന്നായി അറിയുന്നുണ്ട്. ഒരു ചൈനീസിൽ പച്ച തെറി അനുവിനെ വിളിച്ചിട്ടുണ്ട്. ആ തെറി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത മോഹൻലാൽ പോലും ഇനി ബിഗ് ബോസിലേക്ക് ഞാനില്ലേ എന്ന് പറഞ്ഞ് ഓടിപ്പോവും. അത്ര വലിയ തെറിയെ വിളിച്ചത്. സത്യം പറഞ്ഞ ഈ റെന പാത്തുമ്മ, ഈ അനുമോള് എന്ന് പറഞ്ഞ ഒരാൾ ആ ബിഗ് ബോസിലില്ലെങ്കിൽ റെനയുടെ കളിയൊക്കെ എന്താവും? ഇതിൻ്റെ പിന്നാലെ നടന്ന എന്തെങ്കിലും വിളിച്ച് പറയാം, മറ്റവർ വിളിച്ച് എന്തെങ്കിലും ഇങ്ങോട്ട് പറയാം. അതൊരു ഗെയിമല്ലല്ലോ. ഇതൊരു ബിഗ് ബോസ് ഷോ എന്ന് പറയുമ്പോൾ അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡിൻ്റെ താഴേക്ക് പോരാണ് ഈ ബിഗ് ബോസ് ഹൗസിൽ മുഴുവൻ ഒരു പെണ്ണിൻ്റെ പിന്നാലെയായി എല്ലാ ഉപഗ്രഹങ്ങളും. ആ പെണ്ണ് ഇപ്പോൾ ഒരു കണ്ടൻറ് ഉണ്ടാക്കിയില്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ കണ്ടൻറ് ഇല്ല. ആ ഒരു സ്ഥിതിയാണ് വരുന്നത്. എന്തായാലും ചൈനീസ് തെറീനെ കുറിച്ചിട്ട് മോഹൻലാലിന് നന്നായിട്ട് അറിയാം. മോഹൻലാൽ ചൈനയിൽ പോയിട്ട് സിനിമ അഭിനയിച്ചുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് വന്നിട്ട് എന്തായാലും ചോദിക്കും മോഹൻലാൽ എന്ന് വിചാരിക്കാം. മോഹൻലാൽ ചോദിക്കാനായിട്ട് ഇപ്പോൾ അത് മോഹൻലാൽ ടൂറ് പോയേക്കുക, ഫാമിലി അടക്കം. അത് അമേരിക്കയിലേക്ക് പോയേക്കണത്. ഇനിയിപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച, ഇന്ന് ഓൺലൈനിൽ വരാമെന്നാണ് മൂപ്പര് പറഞ്ഞത്. ഇതിനു മുമ്പ് ഓൺലൈനിൽ മൂപ്പര് വന്ന് നമുക്ക് ആൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഓൺലൈനിൽ വന്നിട്ട് ഇത്രയും ആൾക്കാരെ എലിമിനേറ്റ് ചെയ്ത് ഒരാളെ പുറത്താക്കണ കാര്യം എന്ന് വലിയ കഷ്ടമാണ്. ചിലപ്പോൾ ഇപ്രാവശ്യം പുറത്താക്കൽ എവിഷൻ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നണത്. കാരണം അങ്ങനെ എവിഷൻ ഉണ്ടായാൽ ആ എവിഷത്തിൽ പോണ ആളുടെ കഷ്ടകാലം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാലിനെ ഒന്ന് കാണാനോ ഒന്ന് കെട്ടിപ്പിടിക്കാനോ ഒന്ന് സംസാരിക്കാനോ മോഹൻലാലിൻ്റെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യാനും കിട്ടുന്ന ഒരു അവസരം അവർക്ക് നഷ്ടപ്പെടും. അതൊന്ന് എവിഷൻ ഉണ്ടെങ്കിൽ അത് സംഭവിക്കും. എവിഷൻ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. എവിഷൻ്റെ ഉണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും പുറത്ത് പോകണം. ആര്യനാണ് ഏറ്റവും കുറവ് വോട്ട്, ആരും പോകേണ്ടി വരും. അപ്പോൾ ആര്യനാച്ചതിൻ്റെ ഉള്ളിൽ കുറേ കാര്യങ്ങളൊക്കെ മോഹൻലാലിനായാലും ആ ബിഗ് ബോസിനായാലും എതിരായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നലെ വരെ ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പാതിരാത്രിക്ക് നമ്മുടെ അനു വന്നിട്ട് എൻ്റെ കിറ്റ് ആരെടുത്ത് മോഷ്ടിച്ചു എന്ന് വന്നിട്ട് കിറ്റ് അന്വേഷിച്ചുകൊണ്ടെങ്കിൽ 2 ദിവസമായി. കിറ്റ് എടുത്ത് കളഞ്ഞത് ആര്യന അത് വന്നിട്ട് നവീനോട് പറയുന്നുണ്ട്, ആളുടെ കിറ്റ് എടുത്ത് ഞാനാണ് തോരിക്ക് കളഞ്ഞത്, അത് ഇവിടെ ഒന്നും അന്വേഷിച്ചാൽ കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അനുവിനും സംശയം ഈ ആര്യന് തന്നെയാണ്. അല്ലാണ്ട് കൊന്നത് ഭീമനാച്ച ചത്തത് കീചകനാച്ച കൊന്നത് ഭീമനാന്ന് പറഞ്ഞ പോലെ തന്നെ ഇങ്ങനൊരു സാധനം കളുപോയി അത് ആര്യനാന്നുള്ള അവൾക്ക് അറിയാം. അവൾ ആര്യനായിട്ട് നല്ല കൂട്ടുകെട്ടായിരുന്നു. ഇപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ടൊന്നുകൊണ്ട് തിരിഞ്ഞു. പിന്നെ ഗ്രൂപ്പില്ലെങ്കിൽ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ജയിലിൽ പോകേണ്ടി വരുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ അനീഷ് ഇപ്പോൾ ജയിലിൽ നിന്ന് കിടക്കുക. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പില്ലെങ്കിൽ അവരെല്ലാവരും കൂടി ആക്രമിച്ച് ജയിലിലേ ആക്കുകയും ചെയ്യും, നോമിനേഷനിൽ കൊണ്ടുവരികയും ചെയ്യും. ഇപ്പോൾ അനീഷിൻ്റെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ കച്ചിട്ട് തുപ്പിയും കൂടാ മരിച്ചിട്ട് ഇറക്കിയും കൂടാന്ന് പറഞ്ഞ പോലെ നിൽക്കുന്നത്. മൂപ്പര് പൊട്ടിക്ക് വയറ്റിലുണ്ടായ പോലെ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞ് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ മോഹൻലാൽ എന്നൊരു പിടിച്ച് കുടഞ്ഞു വിട്ടോട് കൂടിയിട്ട് മൂപ്പരെ കളി ആകെ തെറ്റി. മൂപ്പര് പഠിച്ച് വന്ന കളിയൊന്നല്ല ഇവിടെ നടക്കുന്നത്. മൂപ്പര് ആകെ തകടം മറിഞ്ഞാൽ നിൽക്കുന്നത്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തം ഇല്ലാണ്ടുള്ള കളിയാണ് കളിക്കുന്നത്. അത് നമുക്ക് അവനെ കണ്ടറിയാം. അപ്പോൾ നമ്മുടെ നെവിൻ തിരിച്ചു വന്നിട്ട് എല്ലാവരും കെട്ടിപ്പിടിക്കുന്നുണ്ട്, ഉമ്മ കൊടുക്കുന്നുണ്ട്. നിനക്കുണ്ട് ഉമ്മ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നൂറയ്ക്ക് കൊടുക്കുന്നുണ്ട്, ആതിരയ്ക്ക് കൊടുക്കുന്നുണ്ട്, എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മൂപ്പര് ആകെ തളർന്ന മട്ട. മൂപ്പര് ഇവിടുന്ന് പോകുമ്പോഴുള്ള ഒരു തീയൊന്നും മൂപ്പരെ കയ്യിലില്ല. ഇപ്പോൾ മൂപ്പരൊക്കെ ആകെ കെടുപ്പ. ഓരോരുത്തരും പറയണത് കേട്ട് മൂപ്പര് ഞാനൊന്നില്ലേ രാമനാരായണ എന്ന് പറഞ്ഞിട്ട് കെടുപ്പ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിൻ്റെ ശരിക്കും കിട്ടിയെന്ന് തോന്നുന്നുണ്ട്. ഈ കമ്മ്യൂണിറ്റിനെ പറഞ്ഞാൽ മൂപ്പർക്ക് നന്നായി കിട്ടിയെന്ന് തോന്നിട്ട് പുറത്ത് വന്നപ്പോൾ മൂപ്പർക്ക് അതിൻ്റെ കാര്യം മനസ്സിലായത്. അതുകൊണ്ട് മൂപ്പര് അത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്ന് കയ്യും കാലൊക്കെ പിടിച്ചിട്ടുണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി നെവിൻ്റെ കയ്യിൽ നിന്ന് വലിയൊരു തീയൊന്നും പ്രതീക്ഷിച്ച് നിന്ന വീട്ടിലുള്ള ആൾക്കാർ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ അനുവിൻ്റെ മെക്കെട്ട് കയറും, അനുവിനെ ശരിപ്പെടുത്തും എന്നുള്ള നിലയിൽ വന്നിട്ടുണ്ടായിരുന്ന നെവിൻ ആകെ ആറി തണുത്തു, ഐസ് കട്ടയായി. അപ്പോൾ ഇനി ഇവൻ്റെ കയ്യിൽ നിന്നൊന്നും കിട്ടില്ല. ഇനി ബാക്കി കാര്യങ്ങൾ അവരെന്നെ നോക്കണമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ചിതറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇന്നലെ ഒരു
നല്ല രസകരമായിട്ടുള്ളൊരു ഡയലോഗ് കിട്ടു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുവിൻ്റെ അടുത്ത് പറയാം, ഇപ്പോൾ നമ്മുടെ നൂറ ഇങ്ങനെ ഒരു വാക്ക് പറയും നമ്മൾ വിചാരിച്ചില്ല. ഇവിടെയുള്ള ആണുങ്ങളെല്ലാവരും ഭയങ്കര കടിയുള്ളവരാണ്. നൂറെ അങ്ങനെ ഇപ്പോൾ ഈ സീസണിൽ അങ്ങനെ കടിയുള്ള ആൾക്കാരൊന്നും ഇവിടെ വന്നിട്ടില്ല മോളെ. ഇവിടെ കടിയുള്ള ആൾക്കാരൊക്കെ നീ കഴിഞ്ഞ സീസണിൽ കാണണം. കാമക്കടുവകളാണ് എല്ലാം. അതുപോലെയുള്ള കടുവ കളികളൊക്കെ ഇനി ഇതിനു മുമ്പൊക്കെ നടന്നു പോകണം. പക്ഷേ ഈ സീസണിൽ അങ്ങനെ ഒരു കാമക്കടുവേനെ ഈ സീസണിലില്ല. ആണുങ്ങളും ഇല്ല പെണ്ണുങ്ങളും ഇല്ല എന്ന് പറയാം. അവർക്ക് അങ്ങനെ കാമക്കടുവയാവാനായിട്ട് സാധിക്കില്ല. അവരൊക്കെ കുടുംബം കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ഇവിടെ വന്നിട്ട് കാമക്കടുവയാവേണ്ട കാര്യമില്ല. കാരണം 70 ക്യാമറ നിൽക്കണ്. അവരെ കുടുംബക്കാർ, അവരെ ബന്ധുക്കാർ, അവരെ സ്വന്തക്കാർ എല്ലാം ഇത് കാണുന്നുണ്ടെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവർ മാക്സിമം ഈ കാമക്കടുവയൊക്കെ ഉള്ളിലുണ്ടെങ്കിലും അതൊന്നും അവർ പുറത്തെടുക്കാറില്ല. പിന്നെ ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എല്ലാം കൂടിയിട്ട് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ വന്നിട്ട് ലാലേട്ടൻ എല്ലാവരെയും ഫയർ ചെയ്യുന്നതും അതൊക്കെ അമേരിക്കയിൽ നിന്നിട്ട്. പക്ഷേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ ഷൂട്ടിങ് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ 10-24 മണിക്കൂർ 10-16 മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ രാത്രിയാകുമ്പോൾ അവിടെ പകലാണ്, ഇവിടെ പകലാകുമ്പോൾ അവിടെ രാത്രിയാണ്. അപ്പോൾ രാത്രിയിലാണ് ഇത് ഷൂട്ടിങ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ലാലേട്ടന് ഇവിടെ ഫ്ലോറിൽ നിന്ന് പറയുന്ന അത്ര ശക്തിയിലോ അത്ര ഇതിലോ മൂപ്പർക്ക് അവിടെ നിന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത് പ്രേക്ഷകർക്കും മനസ്സിലാവും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. ലാലേട്ടൻ ഇവിടെ നിന്ന് പറയണ പോലുള്ളൊരു സുഖം നമുക്ക് വീഡിയോ കോളിൽ കിട്ടില്ല. ഓഡിയോ കോളിലും വീഡിയോ ഒന്നും ചിലപ്പോൾ കറക്റ്റ് ആവില്ല, ഓഡിയോയും കറക്റ്റ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയും വരും. പിന്നെ നമുക്കിപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം, ഇവിടെയുള്ള ആൾക്കാരെ സ്ട്രാറ്റജിയും ഇവിടെയുള്ള കളിയുടെ താളം മേളം എല്ലാവരും കണ്ടു കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പുതിയ ആൾക്കാർ വരണത് നോക്കിയിട്ടാണ് പ്രേക്ഷകർ ഇരിക്കുന്നത്. പുതിയ ആൾക്കാരിൽ ഇപ്പോൾ നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് നമ്മുടെ ബാലയാണ്. ബാല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര് ഒരു പ്രാന്തനാണ്. മൂപ്പര് കാശിന് വേണ്ടിയൊന്നുമല്ല ബിഗ് ബോസിൽ വരുന്നത്. മൂപ്പര് ഒരു എൻ്റർടൈൻമെൻറ്റായിട്ട് വരാം. ഇവർ വിളിച്ചിട്ടുണ്ട്, ഒരു എൻ്റർടൈൻമെൻറ്റായിട്ട് വരാം. പക്ഷെ അത് വളരെ സീക്രട്ടാണ്. ചിലപ്പോൾ ബാല വളരെ അപ്രതീക്ഷിതമായിട്ട് പല രീതിയിലും കയറി വരാം. അപ്പോൾ ഇവിടെ ഒരു സ്പൈക്കുട്ടനുണ്ട്. സ്പൈക്കുട്ടൻ വന്നത് ഇന്നലെ വളരെ രസകരമായിരുന്നു. കാരണം എന്താ വെച്ചാൽ സ്പൈക്കുട്ടൻ വന്ന് നടക്കുന്നതും അവിടുത്തെ ഹൈജീനിക്ക് നോക്കണതും എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് മോഹൻലാലിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ നമ്മൾക്ക് രസകരമായിട്ട് തോന്നിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തട്ടുകട, ഒരു സീസണിലും ഇല്ലാത്ത പോലെയാണ് ഇന്നലെ ഒരു തട്ടുകട പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടത്. ഒരു അണ്ണൻ നിന്നിട്ട് അവിടെ ചായയും കാപ്പിയും തിളപ്പിച്ച് കൊടുക്കാനും നിൽക്കുന്നുണ്ട്. ഈ ബിഗ് ബോസ് ഹൗസിലുള്ള മത്സരാർത്ഥികൾ ഈ ചക്കക്കൂട്ടാൻ ഗ്രഹിണിയുള്ള പിള്ളേർ ചക്കക്കൂട്ടാൻ കണ്ട പോലെയാണ് അവിടെ ചെന്ന് നിന്നിട്ട് തിന്നണ് കണ്ടു കഴിഞ്ഞാൽ. ചിലർ 6 പരിപ്പാടി എടുക്കണം, 7 പരിപ്പാടി എടുക്കണം, എടുത്തുകൊണ്ട് വെച്ചിരുന്ന് തിന്നണം. എൻ്റെ പോലെ ഇങ്ങനെ ആർത്തി ആർക്കും പാടില്ല കേട്ടാ. അപ്പോൾ പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാനുള്ളത്, അവിടെ ഗ്രൂപ്പില്ലാണ്ട് ബിഗ് ബോസിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് പിടിച്ച് നിൽക്കാനായിട്ട്. ഗ്രൂപ്പില്ലെങ്കിൽ നമ്മളെന്തുണ്ടാവും? പിന്നെ ഗ്രൂപ്പില്ലാത്ത ആൾക്കാർക്കുള്ള ശരണം എന്താ വെച്ചാൽ പ്രേക്ഷകരാണ്. അവരവിടെ എപ്പോഴും നോമിനേറ്റ് ചെയ്യും. നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളാണ് പിന്നെ അവരെ രക്ഷിക്കേണ്ടത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഉണ്ടാവണതും. അവിടെ ഈ അനുവിനെ അവിടെ റാണിയാക്കണ ആരാ? അവിടെയുള്ള ആൾക്കാർ തന്നെയാണ്. എന്തിനാണ് അനു എൻ്റെ വായിലെ നാക്ക് ശരിയല്ല, അവിടുത്തെ പെരുമാറ്റം ശരിയല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവളെ പരിഷ്കരിക്കുക. അവളെ നമ്മൾ തിരിഞ്ഞ് നോക്കരുത്. അവൾ പിന്നാലെ നടന്ന് അവളെ ചീത്ത പറയാനും തെറി പറയാനും അവളെ ഒറ്റപ്പെടുത്താനും അവളെ ടാർഗറ്റ് കളിച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും? അവളുടെ ഗ്രാഫ് ഉയർന്നു പോവുക ചെയ്യുക, അവൾ സ്റ്റാറാവുക ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർ അതിൻ്റെ ഉള്ളിലോട്ട് ആ കളി മനസ്സിലായില്ല എന്ന് തോന്നുന്നുണ്ട്. നമ്മൾ അവളോട് വെറുതെ വിടുക. അവളുടെ അടുത്ത് ഒരാളൊരു ഈ കണ്ടൻറ്റ് കൊണ്ട് ചെല്ലും ചെയ്യരുത്. അവളുടെ കണ്ടൻറ്റ് അവിടെയുള്ള ആരും എടുക്കുകയും ചെയ്യരുത്. ഇതിപ്പോൾ അവിടെയുള്ള ആൾക്കാർ കളി മറന്ന പോലെ തോന്നുന്നത്. അവർക്കുള്ള കളി എന്താണ്? അവർക്ക് നേരം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അനുവിൻ്റെ പിന്നാലെ നടക്കുക, അനുവിനെ തെറി വിളിക്കുക, ചൈനീസ് തെളി വിളിക്കുക, മറ്റേ തെറി വിളിക്കുക, മറിച്ച തെളി വിളിക്കുക. അപ്പോൾ അവളും വായ തോന്നിയത് പറയും. അപ്പോൾ അതുകൊണ്ട് അത് മാത്രം ബിഗ് ബോസ് പ്രേക്ഷകർ കുറേ അങ്ങോട്ട് സഹിച്ചൊന്നും വരില്ല. അതൊക്കെ ഒരു പരിധി വരെ പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ നമ്മൾ സ്ട്രാറ്റജി മാറി കളിക്കണം. അതാണ് സ്ഥിതി. ഇപ്പോൾ ഒരു പെണ്ണിലേക്ക് മാത്രം ബിഗ് ബോസ് ഒതുങ്ങുന്ന കാര്യമാണ് കാണുന്നത്. അതാണ് നമ്മൾ എത്രയും പെട്ടെന്ന് വൈൽഡ് കാർഡുകൾ എത്രയും പെട്ടെന്ന് കയറി വരണം. അവർ വന്നിവിടെ കളിക്കണം. അവർ പുറത്തുനിന്നുള്ള കളി കണ്ടിട്ട് വരുന്നവരാൾക്കാരാണ്. അവർക്ക് അറിയാം ഇവിടെ വന്ന് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വരുന്ന ആൾക്കാരാണ് അവർ. അപ്പോഴാണ് ഇവിടെ ഒരു ഓളം ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജയിലിലെ കാര്യമാണ്. ജയിലിൽ ഇപ്പോൾ ഇന്നലെ അനുവിന് പാതിരാത്രിക്ക് ഒരു 5 മണിയായപ്പോൾ എനിക്ക് മൂത്രമൊഴിക്കണേ എന്ന് കിടന്ന് അലറി വിളിച്ചു. അപ്പോൾ എന്തുണ്ടായി?
ഈ സീസണിൽ നമ്മുടെ ജയിലിൽ പോയി കഴിഞ്ഞാൽ എല്ലാ സീസണിലും ജയിലിൻ്റെ ഉള്ളിൽ ഒരു കക്കൂസ് ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം അതുമില്ല. ക്യാപ്റ്റനെ വിളിച്ച് ക്യാപ്റ്റൻ വേണം തുറന്ന് ശരിക്ക് മൂത്രമൊഴിക്കാൻ കൊണ്ടുപോകാനായിട്ട്. ഇപ്പോൾ ഇന്നലെ പാതിരാത്രിക്ക് 2 പേര് എണീറ്റു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിൻ്റെ കാര്യം കണ്ടിട്ട് വളരെ വിഷമം തോന്നിയിട്ടാണ്. പാവം അതൊക്കെ എഴുതി ലേലു പുറത്തിടോ ഇടം പോകണം പറഞ്ഞു ഒക്കെ എഴുതി ഒട്ടിച്ച് കഴിഞ്ഞിട്ട് അതിന് മൂത്രമൊഴിക്കാൻ പോയി വന്നപ്പോൾ നമ്മുടെ അനീഷ് പറയാം, അതേ ഞാനും കൂടി മൂത്രമൊഴിക്കാം, ഇനി ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് അവനും പോയി മൂത്രമൊഴിച്ചു. അവൻ മൂത്രമൊഴിക്കാൻ പോയതിൻ്റെ ഇടയിൽ ഇവിടെ എന്തുണ്ടായി, ശരത്ത് എന്തുണ്ടായിച്ചിട്ടുണ്ടെങ്കിൽ ആ പാവനെടുത്തിട്ട് ഒറ്റ കയറാം. അപ്പോൾ എന്തുണ്ടായി, അതിനും ആ പാവനെ പോയി എടുത്തിട്ട് ജയിലേ കയറുന്നില്ല. അപ്പോൾ പാതിരാത്രിക്ക് ഇനി ഉറക്കം കളഞ്ഞിട്ട് ഈ കളി കളിക്കുന്നത്. ഇതിനു മുമ്പ് ഇവിടെ ജയിലിലാക്കിയ സമയത്ത് ആര്യൻ എന്തിനാ ഇതുപോലെ തന്നെ ആ പാവനെടുത്തിട്ട് തോടിക്കെറിഞ്ഞു. അവൾക്ക് ആ പാവ ഭയങ്കര ജീവനാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യനൊരു അടി അടിച്ചിട്ട് നല്ലൊരു അടി കൊടുത്തിട്ടാണ് പാവനെ വീണ്ടും എടുത്തുകൊണ്ട് വെച്ചത്. ഇത് ശരത്തിനറിയാം. അതാണ് ശരത്ത് വീണ്ടും എടുത്ത് അത് എറിഞ്ഞത്. പക്ഷേ ആര്യന് ജയിലിലേക്ക് കയറാനുള്ള അവകാശമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജയിലിൻ്റെ ഉള്ളിൽ ക്യാപ്റ്റന് മാത്രമേ കയറാൻ പാടുള്ളൂ. അപ്പോൾ ആര്യൻ കയറി പാവനെടുത്ത് കളഞ്ഞ് തെറ്റാണ്. അതും മോഹൻലാൽ ചോദിക്കാൻ വഴിയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ നടന്നത്. എന്താണ് ഇതിൻ്റെ ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. ഇന്നത്തെ എപ്പിസോഡിൽ ഇനിയിപ്പോൾ ആരെങ്കിലും എവിഷനായിട്ട് പോവോ, ഒരാൾ പോവോ, 2 ആൾ പോവോ, അത് ചോദിച്ചതന്നെയാണ്. ഇനി എത്ര ആൾ വൈൽഡ് കാർഡായിട്ട് വീടിൻ്റെ ഉള്ളിൽ കയറും അതും നമുക്കറിയില്ല. 6-7 ആളുടെ പേര് പറയുന്നുണ്ട്. അതിൻ്റേതായുള്ള ഡീറ്റെയിൽസൊക്കെ വന്നിട്ടുണ്ട്. 7 ആളിൽ എന്തായാലും 2-4 ആളെങ്കിലും കയറാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലാണ് ബിഗ് ബോസിൻ്റെ കളികൾ വേറെ ലെവലിൽ കയറിപ്പോവുള്ളൂ. അപ്പോൾ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നമുക്ക് ചൈനീസ് തെറികൾ ഇനി കേൾക്കാം. നമുക്കറിയില്ല. ആ ചൈനീസ് തെറികൾ ഇനി മോഹൻലാൽ വന്നിട്ട് അത് പരിഭാഷപ്പെടുത്തിയിട്ട് നമുക്ക് എന്താ പറഞ്ഞതെന്ന് അറിയാം. ശരിക്കും പറഞ്ഞാൽ മലയാളികൾ തോറ്റു പോണ തെറിയത് ചൈനീസ്. അപ്പോൾ ശംഭോ മഹാദേവ, അല്ലാണ്ട് എന്ത് പറയാനായിട്ടാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.